പോലീസിന്റെ അടിയൊക്കെ ശരിക്കും കിട്ടിയോ അവിടെ? അടി കിട്ടി. എനിക്ക് അടി കിട്ടിയതിലും നമുക്കിപ്പോൾ അടി കിട്ടുന്ന സമയത്ത് പെയിൻ ഉണ്ടാകാറുണ്ട്, നല്ല രീതിയിൽ പെയിൻ ഉണ്ടാകാറുണ്ട്. ടോയ് ചേട്ടൻ ചില സിറ്റുവേഷൻസിലൊക്കെ കട്ട് ചെയ്തിട്ട് എന്താ നിങ്ങൾ അതായത് ജൂനിയർ ആർട്ടിസ്റ്റ് ആയിരിക്കും ചിലപ്പോൾ നമ്മളെ പിക്ക് ചെയ്യുന്നതേ. ചില സീനുകളിലൊക്കെ നമ്മൾ ഭയങ്കര ക്രൂഷ്യലായിട്ട് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഡമ്മി വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റില്ല, അത് ഒടിഞ്ഞു പോകും. വെയിറ്റ് ഹോൾഡ് ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഒറിജിനൽ വെച്ച് ചെയ്യുന്ന സമയത്തും അവർ ചിലപ്പോൾ നമ്മളെ പൊക്കി വെച്ചുകൊണ്ടിരിക്കുകയും ചിലപ്പോൾ ഡൗട്ട് ചോദിക്കുക, സാർ എങ്ങോട്ടാണ് നോക്കേണ്ടത് അല്ലെങ്കിൽ എന്താ പറയേണ്ടത്. അപ്പോൾ അങ്ങനെയുള്ള ഇതിലൊക്കെ ഞാൻ പെയിനിലാണ് നിൽക്കുന്നത്. പക്ഷെ ഞാൻ അത് പോകണം, ആ ഒരു ഇതിലങ്ങനെ പോകണം, ഞാനത് ഉൾക്കൊള്ളുകയായിരുന്നു. അത് ടോയ് ചേട്ടൻ കണ്ടിട്ട് ഇത് കട്ടി, നിങ്ങളിങ്ങനെ ഡൗട്ട് ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ അവനെ പൊക്കി വെച്ചുകൊണ്ടാണ് നിങ്ങളങ്ങനെ ചോദിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു. കാരണം അത് പിന്നെ ചേരൻ സാർ ഞാൻ ഒരു സീക്വൻസിൽ നിൽക്കുന്ന കണ്ടിട്ട് എന്നോട് വന്നിട്ട് വെള്ളം വല്ലതും വേണോടാ എന്നൊക്കെ ചോദിച്ചു പോയിട്ടുണ്ട്. ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ്, പുള്ളിക്കാരനടക്കം എന്നോട് വെള്ളം വേണമെന്ന് ചോദിച്ചു പോകണമെന്നൊക്കെ ഞാൻ ആലോചിക്കുമ്പോൾ ഇത് ഒറിജിനലായിട്ട് നടന്നവർക്ക് ആ ഒരു സിറ്റുവേഷൻ എനിക്ക് എപ്പോഴും റീകോൾ ആയിക്കൊണ്ടേയിരിക്കും. അവിടെ വെള്ളം കൊടുക്കാൻ അവർക്ക് ആരുമില്ല. അപ്പോൾ ഇന്ന് എനിക്ക് വെള്ളം വേണമെന്നെങ്കിലും ചോദിക്കുന്നുണ്ട്. നാളെ സെറ്റിൽ വരുമ്പോൾ നിനക്ക് ഇന്നലെ അടിച്ച വേദനയുണ്ടോ, അല്ലെങ്കിൽ എൻ്റെ ഫൈറ്റ് മാസ്റ്റർ എന്നോട് ചോദിക്കും സേഫ്റ്റി പ്രിക്കോഷൻ പോട്ടിട്ട് അടിക്കലാമോ, പാഡ് ഇട്ടിട്ടല്ല അവർ അടി കൊണ്ടത്, ഞാൻ പാഡ് ഇട്ടിട്ടാണ് അടി കൊണ്ടത്. അതുകൊണ്ട് ഇതൊരു വേദന എനിക്ക് വേദനയായിട്ട് തോന്നിയിട്ടില്ല. ബട്ട് അത് കൊള്ളും തോറും എനിക്ക് ഉള്ളിൽ ആ വേദന എനിക്ക് തോന്നും. അവർ ഇത് കൊണ്ടല്ലോ, അത് എന്തുകൊണ്ട് കണ്ടില്ല, അല്ലെങ്കിൽ ഇത്രയും നിലവിളിച്ചിട്ട് എന്തുകൊണ്ട് കേട്ടില്ല എന്ന് എനിക്ക് ഇപ്പോഴും തോന്നിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ്.